ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ശിശുമരണം. 5.5 മാസം പ്രായമുള്ള കുട്ടി മരിച്ചു. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണമെന്ന് പോലീസ് റിപ്പോർട്ട്. 1 മാസത്തിനിടെ ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്നത് രണ്ടാമത്തെ കുട്ടി. ഇടുക്കി തൊടുപുഴയിൽ കാണാതായ ബിജു ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് കലയന്താനിയിലെ ഗോഡൌണിൽ നടത്തിയ തിരച്ചിലിൽ ബിജുവിനെ കൊന്ന മൃതദേഹം മാൻഹാളിൽ ഒളിപ്പിച്ചുവെന്ന പ്രതികളുടെ മൊഴി. കസ്റ്റഡിയിലുള്ളത് ബിസിനസ് പങ്കാളിയും കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങൾ. മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫ് കൊലക്കേസിൽ ശിക്ഷാവിധി. 1-ാം പ്രതി ഷൈബിന് 13 വർഷവും 9 മാസവും തടവ്. 2-ാം പ്രതി ഷിഹാബുദ്ദീൻ 6 വർഷവും 9 മാസവും ശിക്ഷ. 6-ാം പ്രതി നിഷാദിന് 5 വർഷവും 9 മാസവും തടവ്. ശിക്ഷ വിധിച്ചത് മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി. ഒറ്റമൂലിയുടെ രഹസ്യം പറയാത്തതിന് ഷാബാസ് ഷെരീഫിനെ കൊലപ്പെടുത്തിയത് 2020-ൽ. മൃതദേഹാവശിഷ്ടം പോലും കണ്ടെത്താത്ത കേസിൽ നിർണായകമായത് DNA തെളിവുകൾ. ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ രാഷ്ട്രപതിയെ കാണാൻ മുഖ്യമന്ത്രിമാർ തീരുമാനം. ചെന്നൈയിലെ സംയുക്ത കർമ്മസമിതി യോഗത്തിൽ മണ്ഡല പുനർനിർണയം 2056 വരെ മരവിപ്പിക്കണമെന്ന് MK സ്റ്റാലിൻ. പോരാട്ടം ജനാധിപത്യവും ഫെഡറലിസവും സംരക്ഷിക്കാനെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി. മണ്ഡല പുനർനിർണയം BJPക്ക് വേണ്ടിയെന്ന പിണറായി വിജയൻ. കരിങ്കോടി പ്രതിഷേധവുമായി BJP. സമരം കടുപ്പിക്കാൻ ആശാപ്രവർത്തകർ 24-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം നടത്തും. ആശാപ്രവർത്തകരുടെ നിരാഹാര സമരം തുടരുന്നു. സമരം ചെയ്യുന്നവരുടെ ആരോഗ്യനിലയിൽ ആശങ്ക. തൃശൂർ പെരുമ്പിലാവ് കൊലപാതകത്തിൽ മുഖ്യപ്രതി പിടിയിൽ. കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ലിഷോയെ പിടികൂടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ. കൊലപാതകം റീൽസ് എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നെന്ന് മൊഴി. കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്ന് 50 ഗ്രാം MDMA പിടിയിലായ യുവതിയിൽ നിന്ന് വീണ്ടും MDMA പിടികൂടി. സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് 45.45 ഗ്രാം. കോഴിക്കോട് താമരശ്ശേരിയിൽ അറസ്റ്റിലായ യുവാവ് MDMA വിഴുങ്ങിയതിൽ സ്ഥിരീകരണം. കൊച്ചിയിൽ മധ്യമ സംഘത്തെ ചോദ്യം ചെയ്ത യുവാവിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കാർ പിടികൂടി. തിരുവനന്തപുരത്ത് കാപ്പ കേസ് പ്രതി MDMAയും കഞ്ചാവുമായി പിടി. എറണാകുളം കുറുപ്പുംപടിയിൽ പെൺകുട്ടികളെ അമ്മയുടെ സുഹൃത്ത് പീഡിപ്പിച്ച കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. അമ്മയും ആൺ സുഹൃത്തും ചേർന്ന് പെൺകുട്ടികൾക്ക് നിർബന്ധിച്ചു മദ്യം നൽകി. അമ്മയ്ക്കെതിരെ കുട്ടികൾക്ക് മദ്യം നൽകിയതിനും കേസ്. എറണാകുളം AR ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് വറുത്തതിൽ ഉദ്യോഗസ്ഥന് വീഴ്ചയെന്ന റിപ്പോർട്ട്. പറ്റിയത് അബദ്ധമാണെങ്കിലും സംഭവിച്ചത് ഗുരുതര വീഴ്ച. അന്വേഷണ റിപ്പോർട്ട് കൊച്ചി സിറ്റി പോലീസിന് കൈമാറി. IPL 18-ാം സീസൺ ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ. മഴ വില്ലനാകുമോ എന്ന ആശങ്കയിൽ ആരാധകർ.